NIA, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്? ഈ യൂണിഫോം പോസ്റ്റുകൾ അല്ലാതെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ടോപ്പ് പൊസിഷനുകളിലേക്കുള്ള എക്സാമിനേഷൻ നടത്തുന്ന ഒരു ഏജൻസിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ഇതിൽ തന്നെ വരുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നാണ് CGL പരീക്ഷ അല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ. ഡിഗ്രി യോഗ്യത മാത്രം ആവശ്യപ്പെടുന്ന ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്കുള്ള ജോലിയാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ CGL പരീക്ഷ? ഏതൊക്കെ കാറ്റഗറീസ് ആയിട്ടാണ് CGL പരീക്ഷയെ തിരിച്ചിരിക്കുന്നത്? എത്രയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏജ് ലിമിറ്റ്? അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സാലറി എത്രയെല്ലാമാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കുക, ഈ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു പരീക്ഷയാണ്. ഇതിൽ ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാമിനേഷൻ അറ്റംപ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പരീക്ഷയാണ് CGL പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള കാറ്റഗറി B-C പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷകളാണ് നടത്തുന്നത്. അതായത് കാറ്റഗറി എയിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് എയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് IAS ഓഫീസേഴ്സ്, UPSC ഒക്കെ നടത്തുന്ന പരീക്ഷകളിലേക്കുള്ള പോസ്റ്റുകളാണെങ്കിൽ അതിന് തൊട്ട് താഴെ വരുന്ന ഗ്രൂപ്പ് B-C പോസ്റ്റുകളിലേക്കാണ് SSCയുടെ CGL വഴി നിങ്ങൾക്ക് നിയമനം ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോസ്റ്റുകൾ, എത്രയൊക്കെയാണ് അതിന്റെ പ്രായപരിധി, എത്രയൊക്കെ ശമ്പളമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പേ ലെവൽ 7ലേക്ക് കടക്കാനായിട്ട് പോകുകയാണ്. അതായത് SSCയുടെ CGL തന്നെ ഏറ്റവും ഹയസ്റ്റ് പേ ലെവൽ വരുന്നത് പറഞ്ഞാൽ പേ ലെവൽ 7 ആണ്. ഇതിന്റെ സാലറിയുടെ ഒരു പേ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ 44,900 മുതൽ 1,42,400 രൂപ വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. ഇത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കറിയാം 8th പേ കമ്മീഷൻ ഉടനെ തന്നെ അങ്ങോട്ട് വരും. അപ്പോൾ ഇത് നേരെ കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഇനി നിലവിലെ സാലറി സ്കെയിൽ വെച്ച് നോക്കാനാണെങ്കിൽ തന്നെ കയ്യിൽ ഏകദേശം ഒരു 60,000 രൂപയോളമായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത്. കാരണം DA മറ്റ് അലവൻസുകൾ എല്ലാം ചേർത്തുകൊണ്ട്. ഇനി ഈ പേ ലെവൽ 7 അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റുകൾ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റിലേക്കുണ്ട്. ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലേക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ഗ്രൂപ്പ് B വരുന്ന പോസ്റ്റാണ്. ഇനി അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ IB-ലേക്കുള്ളതാണെങ്കിൽ അതും അഗൈൻ ഒരു ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ പോസ്റ്റിലെയും ഏജ് ലിമിറ്റ് വേറെയാണ്. അപ്പോൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ CGL പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തന്നെ റെയിൽവേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിൽ 20 മുതൽ 30 വയസ്സ് വരെയാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ അഗൈൻ 20 മുതൽ 30 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ AFHQ-ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ 20 മുതൽ 30 വയസ്സ് വരെയാണ്. ഇനി അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിൽ അത് 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ചിലത് 20 മുതൽ 30 വരെയാണ്, ചിലത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. ഇനി മറ്റ് മിനിസ്ട്രികളിലേക്കും ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഓർഗനൈസേഷൻസിലൊക്കെ ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 18 മുതൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇൻസ്പെക്ടർ, പ്രിവന്റീവ് ഓഫീസർ, ഇൻസ്പെക്ടർ എക്സാമിനർ പോസ്റ്റുകളിലേക്കെല്ലാം ഈ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ്. സബ് ഇൻസ്പെക്ടർ, CBI ഇൻസ്പെക്ടറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിൽ 20 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, CBI-യിലാണെങ്കിൽ 20 മുതൽ 30 വയസ്സ് വരെയാണ്, ചിലതൊക്കെ ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ കീഴിലുള്ള ഇൻസ്പെക്ടർ പോസ്റ്റിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് പറ്റും. അതുപോലെ തന്നെ നർക്കോട്ടിക്സിലേക്കുള്ള ഇൻസ്പെക്ടർ പോസ്റ്റിലാണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് പറ്റും. അതുപോലെ തന്നെ DGFT, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിലേക്കുള്ള സെക്ഷൻ ഹെഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ CGL പരീക്ഷ നമുക്ക് മുന്നിലേക്ക് തുറന്നു വെക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് തുറന്നു വെക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് പേ ലെവൽ 6ലേക്ക് വന്നു കഴിഞ്ഞാൽ 35,400 മുതൽ 1,12,400 രൂപ വരെയാണ് ഇതിന്റെ ഒരു പേ സ്കെയിൽ കിടക്കുന്നത്. ഇതിൽ തന്നെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് സാലറി ഇൻ ഹാൻഡ് ലഭിക്കാനായിട്ട് പോകുന്നത് മിനിമം 50,000 രൂപയായിരിക്കും. ഓക്കെ,
50,000 പ്ലസ് നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അതായത് മറ്റ് മിനിസ്റ്ററുകളിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വരുന്നതാണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റിസർച്ച് അസിസ്റ്റന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റ് 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിവിഷണൽ അക്കൗണ്ടന്റ് C&AG ഓഫീസിലേക്കുള്ളത് 18 മുതൽ 30 വയസ്സ് വരെ. സബ് ഇൻസ്പെക്ടർ NIA, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ NIA പോസ്റ്റ്. NIA പോസ്റ്റിലേക്കുള്ള അപ്ലൈ ചെയ്യണമെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലെ സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇന്റലിജൻസിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇത് അഗെയിൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് വരുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു എക്സാമിനേഷന്റെ ഒരു പേപ്പർ കൂടി അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതും അഗെയിൻ ഒരു ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആണ്. 18 മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ 30 വയസ്സല്ല, ചിലത് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്. അത് 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓഫീസ് സൂപ്രണ്ടന്റ് അഗെയിൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സേഷന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റ് ആണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പേ ലെവൽ 5ലേക്ക് കടന്നു കഴിഞ്ഞാൽ 29,200 രൂപ മുതൽ 92,300 രൂപ വരെയാണ് പേ സ്കെയിൽ വരാനായിട്ട് പോകുന്നത്. ഇവിടെ അറിഞ്ഞിരിക്കുക, ഇനി ഹാൻഡ് മിനിമം നമുക്ക് ഒരു 45,000 അടുത്തായിരിക്കും സാലറി ആയിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ ഓഡിറ്റർ C&AG ഓഫീസിലേക്കുള്ള ഓഡിറ്റർ വരുന്നുണ്ട്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ CGDA അണ്ടറിലുള്ള ഓഡിറ്റർ ആണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെയാണ്. പിന്നെ അതർ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഓഡിറ്റേഴ്സ് ആണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ C&AGയുടെ കീഴിലുള്ള അക്കൗണ്ടന്റ് ആണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെ. എഗെയിൻ നമ്മുടെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെ. അതുപോലെ തന്നെ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് മറ്റ് മിനിസ്ട്രിയിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കും ആണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെ. അപ്പോൾ എല്ലാം 18 മുതൽ 27 വയസ്സ് വരെയാണ് പേ ലെവൽ 5ലേക്ക് വരുന്നത്. ഇനി പേ ലെവൽ 4ലേക്ക് കടന്നു കഴിഞ്ഞാൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് പേ ലെവൽ 4ലേക്ക് കിടക്കുന്നത്. 25,500 രൂപ ഏകദേശം നമുക്ക് സ്റ്റാർട്ടിംഗ് പറയാനാണെങ്കിൽ ഒരു 35,000 പ്ലസ് മിനിമം സാലറി കിട്ടുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റൽ അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട്. അത് ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. 18 മുതൽ 27 വയസ്സ് വരെയാണ്. ശ്രദ്ധിക്കാതെ ഒരു ഗ്രൂപ്പ് C പോസ്റ്റ് വരുന്നതാണ്. ഇനി സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ അപ്പർ ഡിവിഷൻ ക്ലർക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഒരു ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലേക്കും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലേക്ക് വരുന്ന ഒരു പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ടാക്സ് അസിസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടാക്സ് അസിസ്റ്റന്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. ശ്രദ്ധിക്കുക, 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ പല സ്ഥലത്തും സബ് ഇൻസ്പെക്ടർ ഗ്രൂപ്പ് B, C ഒക്കെ മാറി കാണുന്നുണ്ട്. കാറ്റഗറി മാറും എന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ, ഒരേ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, പോസ്റ്റിന്റെ പേര് സെയിം ആയിരിക്കും, പക്ഷേ ശ്രദ്ധിക്കുക ഏത് കാറ്റഗറി ഓഫ് പോസ്റ്റ് അണ്ടറിലാണ് വരുന്നത്, ഗ്രൂപ്പ് B ആണോ ഗ്രൂപ്പ് C ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പോസ്റ്റുകളെ കുറിച്ചുള്ള ഒരു വിശദമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാനുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ എന്താണ് മാർഗം? നമുക്കറിയാവുന്നത് പോലെ തന്നെ മാർച്ച് 31-ാം തീയതിയാണ് നമുക്ക് എന്ത് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആസ് ഓഫ് നൗ നമ്മൾക്ക് കുറച്ച് എക്സാമിനേഷൻസ് ഡിലേ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യോ ഇല്ലയോ എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും SSC ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് 31-ാം തീയതി CGL നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളതാണ്. മക്കളെ, ഏറ്റവും അടിപൊളി ഒരു അവസരമാണ് CGL പരീക്ഷ. ചുമ്മാ പറയുകയല്ല. നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ സിവിൽ സർവീസിൽ കിട്ടുന്ന അതേ റാങ്ക് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കൺഫർ ചെയ്ത് കിട്ടുന്നതാണ്. അതായത് IAS ഒഴികെയുള്ള മറ്റു റാങ്കുകൾ പലതും നിങ്ങൾക്ക് കൺഫർ ചെയ്ത് കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റിലാണ്, ഇൻകം ടാക്സിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് IRS ഇന്ത്യൻ റവന്യൂ സർവീസ് അടക്കം കൺഫർ ചെയ്ത് കിട്ടുന്ന ഒരു അവസരം എന്തൊരുക്കുന്നുണ്ട്, ഈ ഒരു CGL പരീക്ഷ വഴി ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ എന്തുമാത്രം അവസരങ്ങളാണ് ഒരുങ്ങുന്നതെന്ന് അറിയാലോ. അപ്പോൾ വേസ്റ്റ് ആക്കി കളയരുത്. നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോ. ഒരു 3 മാസം കൃത്യമായിട്ട് മെനക്കെട്ടാൽ മതി. ഈ ഒരു എക്സാമിനേഷൻ നമ്മുടെ കയ്യിലിരിക്കും. ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടോ, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തോ. അതുപോലെ തന്നെ CGL പരീക്ഷയിലെ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അടിപൊളി ക്ലാസ്സുകളും
നോട്ടുകളും നിങ്ങൾക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാം. സൂപ്പർ നോട്ട്സിന്റെ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടോടാ. അതിൽ SSCയുടെ ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്, നോട്ടുകൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിൽ കിടക്കുന്നുണ്ട് എന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്ക് സൂപ്പർ ആയിട്ടൊരു അടിപൊളി SSCയുടെ ജനറൽ ബാച്ച് റണ്ണിംഗ് ആണ്. ഇവിടെ CGL, അതുപോലെ തന്നെ നമ്മുടെ +2 ലെവലുള്ള SSCയുടെ CHSL പരീക്ഷ, 10th ലെവലിലുള്ള MTS പരീക്ഷ, അതുപോലെ തന്നെ നമ്മുടെ GD കോൺസ്റ്റബിൾ പരീക്ഷ, ഇതിനെല്ലാം കൂടി ചേർന്നുള്ള ഒരു കോംപ്രഹെൻസീവ് ബാച്ച് ആണ്. സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ CGL-ലാണെങ്കിൽ നമുക്കറിയാം അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിന് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അതല്ലാതെ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ചെയ്യുന്ന പോലെ കോമൺ ആയിട്ടൊരു ക്ലാസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. സെപ്പറേറ്റ് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി CHSL, MTS, GD കോൺസ്റ്റബിളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മലയാളത്തിൽ കൂടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരം ഈ ഒരു പരീക്ഷകൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സും നോട്ടും എല്ലാം തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആയിരിക്കും. CGL-ന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, കംപ്ലീറ്റ്ലി പ്യൂർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കൂടി ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും വെച്ചോ. കൃത്യമായിട്ടുള്ള ടൈംലി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ SSCയുടെയും അതുപോലെ തന്നെ RRBയുടെ ഒക്കെ ഫ്രീ നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ CGL പരീക്ഷ നിങ്ങളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. പലർക്കും സംശയം വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ജോലിയാകുമ്പോൾ ഡൽഹിയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ നാട് വിട്ട് പോകേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ CGL ക്രാക്ക് ചെയ്ത് ജോലി ചെയ്യാനായിട്ട് പറ്റും. അത് മറ്റൊരു അവസരം കൂടി ഇവിടെ ഒരുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തൊരു ദിവസം ചെയ്യുന്നതാണ്. സോ CGL പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ ആരംഭിച്ചോ. എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോ. 8281223336 എന്ന് പറഞ്ഞ നമ്പറിലേക്ക്. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ട്. സോ നല്ല അടിപൊളിയായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.